നിങ്ങളും കൂടി ഇരിക്കും, എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം. ധനുഷും സ്നേഹം വന്നതിന്റെ സ്പെഷ്യൽ കുക്കിംഗാ. മോളിവിടെ ഇരിക്കും. നീ കൂടി ഇരുന്ന മോളെ. ഈ കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അർച്ചനയായിരിക്കും ഇതെല്ലാം ഉണ്ടാക്കിയതല്ലേ? ഇതൊക്കെ ഉണ്ടാക്കിയത് ഞങ്ങൾ എല്ലാവരും കൂടിയാ. ഇനിതാ ഇതൊന്ന് കുടിച്ചു നോക്കേ. എന്താ മോളെ ഇത്? ധനുഷിന് മാത്രമായിട്ടൊരു സ്പെഷ്യൽ? ഒരു പായസം അച്ഛാ. ധനുഷിന് വേണ്ടി സ്നേഹ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയതാ. അതിനിവക്ക് വൃത്തിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയോ? ഈ ചോദ്യം സ്വയം ഒന്ന് ചോദിച്ചു നോക്ക്. എനിക്ക് അടുക്കളയിൽ കയറി കുക്ക് ചെയ്യാനൊന്നും തീരെ താല്പര്യമില്ല. അതൊരുമാതിരി ബോറിംഗ് ഏർപ്പാടാ. സ്വന്തമായിട്ട് കുക്ക് ചെയ്താ നല്ല ആഹാരം കഴിക്കാം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പായസം കുടിക്കാം, അല്ലേ സ്നേഹ? പിന്നല്ലാതെ. ഓ, എന്തായാലും സ്നേഹം ഉണ്ടാക്കിയ പായസത്തിന് നല്ല രുചിയുണ്ട്. ഭർത്താവിന് ആദ്യമായിട്ട് സ്വന്തം കൈ കൊണ്ടുണ്ടാക്കി കൊടുത്ത പായസമല്ലേ? ധനുഷെ, കുടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ഇത് കൊള്ളാം. ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആണല്ലോ. സ്നേഹം ഇതുണ്ടാക്കാൻ എവിടെ നിന്ന് പഠിച്ചു? എവിടെ നിന്ന് പഠിച്ചാലെന്താ? ഇടയ്ക്കിടയ്ക്ക് ഇനി ധനുഷിന് അവള് പായസം ഉണ്ടാക്കി തരുമല്ലോ. അത് കുറച്ചെങ്ങന്നേ, ഞാനൊന്ന് നോക്കട്ടെ. ഇത് കൊള്ളാലോ മോളെ. നീ ഇതൊക്കെ എങ്ങനെ പഠിച്ചു? ഇതാ പറയുന്നത്, കല്യാണം കഴിഞ്ഞാ പിന്നെ ഭർത്താവിന്റെ ഇഷ്ടമാണ് ഭാര്യയുടെ ഇഷ്ടം. സ്നേഹ ധനുഷിന്റെ ഇഷ്ടങ്ങളൊക്കെ പെട്ടെന്ന് പഠിച്ചു, അല്ലേ സ്നേഹ? അല്ല മോളെ, ഇത് എന്ത് പായസം? ഇതാണ് മധുരക്കിഴങ്ങ് പായസം. ആഹാ. റെസിപ്പി എന്റെ അല്ല, അർച്ചനയിടത്തിയുടെയാ. എടുത്തി പറഞ്ഞു തന്നതിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. കുറച്ചിങ്ങ തന്നെ, ഞാനൊന്ന് നോക്കട്ടെ. ഇതിനാണോ ഇത്രയ്ക്ക് പുകഴ്ത്തിയത്? ഞാൻ നോക്കിയിട്ട് ഇതിനൊരു ടേസ്റ്റും ഇല്ല. എന്തോ കുറച്ച് മധുരമുണ്ട്, അത്രേ ഉള്ളൂ. എന്തേലും ഉണ്ടാക്കുമ്പോ കുറച്ച് രുചിയുള്ളത് ഉണ്ടാക്കിക്കൂടെ? ഞാൻ ഉണ്ടാക്കിയതേ എന്റെ ഭർത്താവിന് ഇഷ്ടപ്പെട്ടു, അത് മതി. ഞങ്ങൾക്ക് എല്ലാവർക്കും പായസം ഇഷ്ടപ്പെട്ടു. പിന്നെ അവന്തികേട്ടത്തിക്ക് മാത്രം എന്താ ഇഷ്ടപ്പെടാത്ത? അത് മനസ്സിൽ എന്തെങ്കിലും കുശുമുള്ളുണ്ടായിരിക്കും. അവന്തികേട്ടത്തിയുടെ നാവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ പിന്നെ ഇത്രയും പേർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഏട്ടത്തിക്ക് മാത്രം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാ അതിലെന്തോ കുഴപ്പമുണ്ട്. അതോ ഇനി നാവിന് ടേസ്റ്റ് അറിയാൻ പറ്റാത്ത എന്തെങ്കിലും അസുഖമുണ്ടോ? ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊരു ഡോക്ടറെ കാണണം കേട്ടോ. ശരിക്കും ഒരു സൈക്കാട്രിസ്റ്റിനെയാണ് കാണിക്കേണ്ടത്. ഈ രുചികൾ അറിയാൻ വയ്യാത്തതേ ഒരു മാനസിക പ്രശ്നം കൂടിയാണെന്നാണ് പുതിയ സർവേകൾ പറയുന്നത്. അയ്യോ, എന്ന് പറഞ്ഞാ അവന്തികേട്ടത്തിക്ക് മെന്റൽ പ്രോബ്ലം ഉണ്ടെന്നാണോ? മെന്റൽ നിന്റെ കെട്ടിയോന്. അവന്റെ ഒരു ഇരിപ്പ് കണ്ടില്ലേ? സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം പോലും. എന്തായാലും പായസം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ധനുഷിനോടുള്ള സ്നേഹം മുഴുവൻ അവൾ അതിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് പായസത്തിന് ഇത്ര ടേസ്റ്റ്. ഒന്ന് പോയെടുത്തി. ഓ,
മോളെ നീ മതിയാക്കിയോ? അവന്തിയേട്ടത്തിക്ക് ഈ രുചി ഇഷ്ടായി കാണില്ല. ഞാനുണ്ടാക്കിയതുകൊണ്ടായിരിക്കും. മോള് പറഞ്ഞത് തന്നെയാ സത്യം. സ്നേഹ പായസം ഉണ്ടാക്കിയെന്ന് പറഞ്ഞത് അവൾക്ക് തീരെ പിടിച്ചിട്ടില്ല. എന്തായാലും അവന്തിയേട്ടത്തിയുടെ വയറ് നിറഞ്ഞിട്ടുണ്ടോ? എന്തായാലും നിന്റെ പായസം സൂപ്പറായിട്ടാ. സത്യം. എന്താ ഇത്? മധുരക്കിഴങ്ങ് പായസാ. മധുരക്കിഴങ്ങ് പായസോ? നല്ല ടേസ്റ്റാ. നീ കുറച്ച് കുടിച്ചു നോക്കിയേ. ഇത് കൊള്ളാലോ, ആ, നല്ല ടേസ്റ്റ് ഉണ്ട്. സ്നേഹ ഉണ്ടാക്കിയതാ, ധനുഷിന് കൊടുക്കാൻ വേണ്ടി. ഛേ, ഈ വൃത്തികെട്ട സാധനം എനിക്കൊണ്ട് തരാൻ നിന്നോട് ആര് പറഞ്ഞു? നീയല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഇപ്പൊ എന്നോട് പറഞ്ഞത്. ആര് പറഞ്ഞു? ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നീ കേട്ടതിന്റെ കുഴപ്പമായിരിക്കും. എന്ത് സ്വഭാവമാണോ ഇത്? എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? സ്നേഹം ഉണ്ടാക്കിയതുകൊണ്ടായിരിക്കും പായസം കൊള്ളില്ല എന്ന് പറഞ്ഞതല്ലേ? കൊള്ളാത്തതിനെ പിന്നെ എന്തു പറയണം? എനിക്ക് മനസ്സിലായി. അവളോട് നിന്റെ മനസ്സിൽ ഇത്രയും വെറുപ്പുണ്ടെന്ന് ഞാൻ എന്തായാലും വിചാരിച്ചില്ല. പായസം ആരുണ്ടാക്കിയാൽ എന്താ, അത് കൊണ്ടു തന്നത് ഞാനല്ലേ? അതിന് ഉണ്ടാക്കിയത് അവളല്ലേ? അങ്ങനെയാണെങ്കിലേ സന്ദീപിന് ഈ വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കാൻ പറ്റില്ല. അടുക്കളയിലെല്ലാം ഉണ്ടാക്കുന്നത് അവളും കൂടി ചേർന്നല്ലേ? എല്ലാ ദിവസവും നീ പുറത്തു പോയി 3 നേരം കഴിക്കോ? വേണ്ടി വന്നാലേ ഞാൻ കഴിക്കും. ഇതുപോലെ അവളുണ്ടാക്കിയതാണെന്നും പറഞ്ഞ് മേലിൽ ഒരു സാധനം കൊണ്ട് എന്റെ മുന്നിൽ വന്നു പോരുത്. പിടിക്ക, കൊടുക്കാൻ കൊണ്ട് അവൾക്കൊണ്ട് കൊടുത്തേക്ക്. നീ ഇത്രയ്ക്ക് ദുഷ്ടനാവരുത് സന്ദീപേ. എനിക്കറിയാം, നന്നായിട്ടിന്റെ വാക്ക് കേട്ടിട്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. സ്നേഹയോട് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ഒരാളായിരുന്നു നീ. ശരിയാ, അവളൊരു തെറ്റ് ചെയ്തു. പക്ഷേ അച്ഛൻ വരെ അത് ക്ഷമിച്ചു. അവരെ ഈ വീട്ടിലേക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്തു. ഇപ്പൊ അച്ഛനും അവരും എല്ലാവരും നല്ല സന്തോഷത്തിലുമാ. എന്നിട്ടും നിനക്ക് നന്നായിട്ട് മാത്രം എന്താ അവരോട് ക്ഷമിക്കാൻ പറ്റാത്ത? ഞങ്ങളുടെ രണ്ടുപേരുടെയും ശരീരത്തിൽ കൂടി ഒഴുകുന്ന ചോര ഒന്നായതുകൊണ്ട്. ശത്രുക്കൾ നമ്മളെ ചതിച്ചാ അത് ശത്രു ആയതുകൊണ്ടാണെന്ന് പറയാം. പക്ഷേ രക്തത്തെ ചതിച്ചാ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല, ക്ഷമിക്കാനും കഴിയില്ല. ജന്മം നൽകി അച്ഛൻ അവളോട് ക്ഷമിക്കാൻ കഴിഞ്ഞു, എന്നിട്ട് നിങ്ങൾക്ക് വയ്യ. ഇത് ദുർഭാഷിയാ. നിങ്ങൾ രണ്ടുപേരുടെ മനസ്സിൽ ഈഗോ ആണെന്ന് തന്നെ വെച്ചോ. അതുകൊണ്ട് ഇനി ഇതുപോലുള്ള പൊടിക്കൈകളും കൊണ്ട് എന്റെ മുന്നിലേക്ക് വന്നു പോരുത്. അവള് പായസം ഉണ്ടാക്കി പോലും. ഇതിനേക്കാൾ നല്ലതേ നീ എനിക്ക് കുറച്ച് വിഷം കലക്കി തരുന്ന. മാറങ്ങോട്ട്. നിനക്കെന്നെ വിശ്വാസമില്ലേ? വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല. നിനക്കൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ എൻ്റെ ഒരു സഹായത്തിൻ്റെ ആവശ്യമില്ല. നെല്ലിശ്ശേരിയിലെ മരുമകൻ എന്ന് പറഞ്ഞാൽ തന്നെ കോടീശ്വരനല്ലേ. ഭാര്യ വീട്ടുകാരുടെ പണം കൊണ്ട് ഒരു ബിസിനസ് തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ കുടുംബം പോറ്റാനുള്ള പണം ഞാൻ തന്നെ ബിസിനസ് ചെയ്ത് ഉണ്ടാക്കണമെന്നാ എന്റെ ആഗ്രഹം. അതിന് നീ എന്റെ കൂടെ നിൽക്കണം. നീ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതി. കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അല്ലെങ്കിൽ തന്നെ ബിസിനസ് എന്ന് പറഞ്ഞ് എനിക്കിവിടെ നിൽക്കാൻ എവിടെ നടാ സമയം? നീ നോക്കാന്ന് എനിക്ക് ഉറപ്പെന്നാ നമുക്കിത് തുടങ്ങാം. 100% നിനക്കെന്നെ വിശ്വസിക്കാം. ഇത് പഴയ ധനുഷല്ല. സത്യത്തിൽ എനിക്ക് നിന്റെ ഈ മാറ്റം കാണുമ്പോൾ അത്ഭുതമാ തോന്നുന്നേ. ഒരു കല്യാണം കഴിച്ചാൽ ഇങ്ങനെയൊക്കെ മാറാൻ പറ്റൂടാ.
വെറുതെ ഒരു കല്യാണം കഴിച്ചാൽ മാറാൻ പറ്റില്ല. പക്ഷെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തീരുമാനിച്ചു വച്ചിരിക്കുന്ന ചിലതുണ്ട്. സ്നേഹം തരുന്ന ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെയല്ല, ഇതിനേക്കാൾ വലുതായിട്ട് മാറ്റങ്ങളുണ്ടാവും. എൻ്റെ ഭാര്യ ഒരു പാവ. ഞാൻ ഇന്നത്തെ ഈ ഞാനായതിന് പിന്നിൽ അവളുടെ സ്നേഹം മാത്രമോ. അവളെനിക്ക് നന്നായി നോക്കണം. അതിന് ഈ ബിസിനസ് തുടങ്ങിയേ പറ്റൂ. ഇപ്പൊ എനിക്ക് നിന്റെ ആത്മവിശ്വാസം മനസ്സിലായി. നമുക്ക് തുടങ്ങാം. നീ ധൈര്യമായിട്ടിരിക്കും. ഇവളെന്തിനാ ഇപ്പോൾ വിളിക്കുന്നത്? നീ എടുക്ക്, ഫോൺ എടുക്ക്. ഹലോ, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കണം. എന്ത് കാര്യം? നിന്റെ ഭാര്യയുടെ പരിഹാസം കുറച്ച് കൂടുന്നുണ്ട്. അത് നീ ഒന്ന് പറഞ്ഞു നിർത്തിക്കണം. അതിന് അവൾ എന്ത് ചെയ്തു? അവളിപ്പോ പഴയ ആളല്ലല്ലോ, അർച്ചനയുടെ കയ്യാളാണല്ലോ. അവളുടെ കൂടെ കൂടി എന്റെ നേരെ വരരുതെന്ന് നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാനിപ്പോൾ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിലാണ്. നമുക്ക് പിന്നെ സംസാരിക്കാം. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നീ ഇപ്പൊ തന്നെ അവളെ വിളിച്ച് സംസാരിക്കണം. എന്റെ സമയം വളരെ വിലപ്പെട്ടതാണ്. പ്ലീസ്, ഞാൻ വന്നിട്ട് അവളോട് സംസാരിക്കാം. അല്ലെങ്കിലും ഈ ആണുങ്ങൾ ഒറ്റ എണ്ണത്തിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഏതെങ്കിലും ഒരുത്തി എവിടെ നിന്നെങ്കിലും വന്ന് തലയിൽ കയറിപ്പോയാ അതോടെ അടിമുടി മാറും. സ്നേഹവിനെ നല്ലതുപോലെ ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റി. മനഃപൂർവ്വം അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതാ. ഇനി അവനെ വിശ്വസിക്കാൻ പറ്റില്ല. ഓ, സച്ചിന്റെ മടിയിൽ ഇവൾ അനങ്ങാതിരിക്കുന്നുണ്ടോ? അതെ, അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാ അല്ലേ മോളെ? മടിയിൽ പുണ്യാഹം തളിക്കാതെ നോക്കിക്കോ. അതെ, ആ കരിമഷിങ് എടുത്തോ. ഞാൻ എന്റെ മോക്കൊന്ന് കണ്ണെഴുതി കൊടുക്കട്ടെ. ആഹാ, പിന്നെ കണ്ണെഴുതി കൊടുക്കാൻ പറ്റിയ ഒരു അച്ഛൻ. പണ്ട് എനിക്ക് ഒരു ദിവസം കണ്ണെഴുതി തന്നതേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആഹാ. ആ, എന്തായിരുന്നു കുഴപ്പം? 2 ദിവസത്തേക്ക് എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴാ ഇനി മോക്ക് കണ്ണെഴുതാൻ പോന്നെ. കുഞ്ഞോവേ, അപ്പച്ചിയുടെ പൊന്ന് എന്താണ് ഇവിടെ പരിപാടി? ഏട്ടത്തി, ഞാനൊന്ന് എടുത്തോട്ടെ? അതിനെന്താ, നീ എടുത്തു. വാ 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 വാ. ആ, എന്റെ കൂടെ വരുന്നു നീ. നമുക്ക് പുറത്തേക്കൊന്ന് പോവാം. ഏട്ടത്തി, ഞാൻ ഇവളെയും കൊണ്ടൊന്ന് പുറത്തു വെക്കോട്ടെ? അധികം നേരം പുറത്തും കൊണ്ട് നടക്കണ്ട. പെട്ടെന്ന് ഇങ്ങി വന്നാ മതി. നമുക്ക് പോവാം. പോവാം. വാ, നമുക്ക് പോവാവേ. നോക്ക്, എന്തു വന്ന് അത് കണ്ടോ? അയ്യോ, നല്ല ഭംഗിയില്ലേ? ഓയ് ഓയ്, ദേ അവിടെ എന്താ നോക്കി? ആഹാ, നീ കുഞ്ഞിനെടുക്കാനൊക്കെ പഠിച്ചു അല്ലേ മോളെ? വാ, അങ്കിൾ എടുക്കട്ടെ. വാ. ആ, വാവേ. ആഹാ, ഇത് കൊള്ളാലോ. നിനക്ക് ഇയാളെ മുൻപരിചയം വല്ലതും ഉണ്ടോ? വിളിച്ചപ്പോ തന്നെ എടുത്തു ചാടി അങ്ങ് പോയത് കണ്ടില്ലേ? ഇത് ആതിരയുടെ കുഞ്ഞാണോ? അല്ല, അർച്ചനയുടെ കുഞ്ഞാ. മോളെ ചക്കരേ. ആഹാ, ഇവൾക്ക് ധനുഷിനെ പരിചയക്കുറവൊന്നുമില്ലല്ലേ? അച്ഛന്റെ പൊന്നുമോള് വന്നേ. ഓ, മോളെ ഇതാ, ഞാനൊന്ന് എടുക്കട്ടെ. അയ്യോ, ഇല്ലേ, വരുന്നില്ലേ?
നോക്കുമോളെ, ഇവള് ധനുഷിന്റെ തോളിൽ അള്ളി പിടിച്ചിരിക്കുക. അപ്പൊ കുടുംബക്കാരെയൊക്കെ ഇവൾക്ക് അറിയാം. ഇവൻ എന്തേ കാണിക്കുന്നേ? നാണമില്ലേ ഇവനിങ്ങനെ വല്ലവരുടെയും കൊച്ചിനെ എടുത്ത് എഴുന്നള്ളിക്കാൻ? നാണം കെട്ടവൻ. ഓഹോ, അപ്പൊ ഇവരെല്ലാരും കൂടെ ഒരു സെറ്റായല്ലേ? ശരിയാക്കി തരുന്നുണ്ട് ഞാൻ എല്ലാത്തിനെയും. ഹലോ മിഷേൽ, ഹൗ യു? എന്ന് നാട്ടിലെത്തി? ഓഹോ, എന്നിട്ട് ഇപ്പോഴാണോ വിളിക്കുന്നേ? അത് ശരി. അപ്പോ താനത് മറന്നിട്ടില്ല. താങ്ക്സ്. ഞങ്ങള് ഡയറക്റ്റ് പോയി മീറ്റ് ചെയ്താൽ മതിയോ? ഓക്കെ ഓക്കെ, താങ്ക് യു ഡിയർ. അപ്പോ എന്നാ വീട്ടിലേക്ക് വരുന്നേ? ശരി, ഓക്കെ. സച്ചേട്ടൻ വലിയ സന്തോഷത്തിലാണല്ലോ. ആരായിരുന്നു ഫോണില്? എന്റെ ഫ്രണ്ട് മിഷേൽ. മിഷേലായിരുന്നോ? അവള് നാട്ടിലെത്തിയോ? അവള് വന്നിട്ട് 2 ദിവസമായി. വേറൊരു കാര്യം പറയാൻ എപ്പോ വിളിച്ചത്? എന്ത് കാര്യം? അത് നിനക്കൊരു സർപ്രൈസാ. സർപ്രൈസോ? നമ്മൾ ഒരുമിച്ച് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ, അതിലേക്ക് ഒരു വഴി തുറന്നിട്ടുണ്ട്. മിഷേലിനോട് നമ്മൾ IVF ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു? അന്ന് നമ്മളൊരു ഡോക്ടറെ വിളിച്ച് കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഡോക്ടർ ഇഷാന, അങ്ങനെയല്ലേ അവരുടെ പേര്? അത് തന്നെ, ഡോക്ടർ ഇഷാന. അമേരിക്കയിൽ നിന്ന് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിൽ എക്സ്പെർട്ടായ മിഷേലിന്റെ ഫ്രണ്ട്. ആ ഡോക്ടർ ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട്. അതിന് നമുക്ക് വേണ്ടി മിഷേൽ അവരുടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. നാളെ തന്നെ നമുക്ക് അവരെ പോയി കാണണം. ഇത്ര പെട്ടെന്ന്? പെട്ടെന്നല്ലല്ലോ. മിഷേലിനോട് നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ട് കുറച്ചു നാളായില്ലേ. ഇപ്പോ അവർ നാട്ടിലൊരു ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു എന്റെ ഇനാഗുറേഷൻ. നമുക്ക് നാളെ തന്നെ പോയി അവരെ കാണാം. താൻ എന്ത് പറയുന്നു? ഞാൻ അവരുടെ പ്രൊഫൈലൊക്കെ നോക്കിയായിരുന്നു. ഇന്ന് വരെ അവര് ട്രീറ്റ്മെന്റ് നടത്തിയ ഒരാളും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. എല്ലാ കേസുകളും പോസിറ്റീവാ. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം മിഷേൽ അവർക്ക് അയച്ചു കൊടുത്തായിരുന്നല്ലോ. തന്റെ കാര്യത്തിലൊരു പോസിറ്റീവ് സൈൻ ഉണ്ടെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞു. താനിപ്പോ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. അഡോപ്റ്റ് ചെയ്താണെങ്കിലും ഇപ്പൊ നമുക്കൊരു കുഞ്ഞുണ്ട്. പെട്ടെന്ന് ഒന്നുകൂടി വേണോ എന്നല്ലേ തന്റെ സംശയം? അല്ല, സച്ചേട്ടന്റെ ഇഷ്ടം തന്നെ എന്റെ ഇഷ്ടം. എടോ, നമ്മുടെ മോക്ക് ഒരു കുറവും വരത്തില്ല. പൊന്നുപോലെ നമ്മൾ അവളെ വളർത്തും. അതിനോടൊപ്പം നമുക്ക് ഇനിയും കുഞ്ഞുങ്ങൾ വേണം. ഇല്ലെങ്കിൽ ഇവളെ ഒറ്റയ്ക്കാവും. ഞാനതിന് വേണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ. നമുക്ക് നാളെ തന്നെ പോവാം, പോരെ? ഡോക്ടർ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ മെയിൽ ചെയ്തിരുന്നു. അതൊക്കെ ഞാൻ ചെക്ക് ചെയ്തു. എത്ര നാളായി നിങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട്? 2 വർഷം കഴിഞ്ഞു. ചെന്നൈയിലെ ഡോക്ടർ കമല സെൽവരാജിന്റെ ഒരു റെഫറൻസ് ഉണ്ടല്ലോ അതില്. ഡോക്ടറെ കൺസൾട്ട് ചെയ്തിരുന്നോ? ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ തീരുമാനിച്ചതാ, പക്ഷെ പിന്നീട് പോകാൻ പറ്റിയില്ല. ഡോക്ടർ സന്ധ്യയാണ് നേരത്തെ ട്രീറ്റ് ചെയ്തിരുന്നതല്ലേ? അതെ ഡോക്ടർ. ഷീസ് ഓൺ ദ റൈറ്റ് ട്രാക്ക്. അവരുടെ ഫൈൻഡിങ്സ് എല്ലാം 100% പെർഫെക്റ്റ് ആണ്. പിന്നെന്തേ ആ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തില്ല? പിന്നെ പറ്റിയില്ല.
മിഷേൽ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അവിടെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു താമസം. എനിക്കറിയാം. അമേരിക്കയിലെ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചൊക്കെ മിഷേൽ വിശദമായിട്ട് പറഞ്ഞു. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ഇന്ന് വളരെ അഡ്വാൻസ്ഡ് ആണ്. എൻഡോമെട്രിയോസിസ് ആണ് അർച്ചനയുടെ റിയൽ പ്രോബ്ലം. എക്സ്ട്രാ ടിഷ്യൂസിന്റെ ഗ്രോത്ത് ആണിത്. ചില കേസുകളിൽ ഇത് സർജറി ചെയ്യാറുണ്ട്. എന്നാ അപൂർവം ചിലരിൽ ഇത് സർജറി ചെയ്യുന്നത് റിസ്ക് ആണ്. ഫാലോപ്പിയൻ ട്യൂബുകൾക്ക് അത് പ്രോബ്ലം ആവും. ഡോക്ടർ സന്ധ്യ അത് കറക്റ്റായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതിനുള്ള ട്രീറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു 90% ഇപ്പൊ ക്യൂർ ആണ്. സോ യു ആർ ലക്കി.